അങ്ങനെ പറമ്പെല്ലാം വൃത്തിയാക്കി. ഇനി നമ്മുടെ ഉള്ളത് മുറ്റവും കാർഷെഡുമാണ്. നമ്മുടെ മുറ്റം ഒരു അത്യാവശ്യം വലിയ മുറ്റമാണ്. ഈ മഴയോടുകൂടി ഈ പുല്ലുകളെല്ലാം തഴച്ചങ്ങ് വളർന്നു. ഞങ്ങളുടെ ഗാർഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടൈലും ഗ്രാസും മണ്ണും ഇത് മൂന്നും ചേർന്നാണ്. ഇവിടെ ഒന്നും ഞങ്ങൾ ചട്ടി വെച്ചിട്ടില്ല. ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് നിലത്ത് തന്നെയാണ്. ഇവിടെ മിക്ക ചെടികളും നമ്മൾ മണ്ണിൽ തന്നെയാണ് നട്ടിരിക്കുന്നത്. കാരണമുണ്ട്, ചട്ടിയിൽ വെച്ചാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം വാടിപ്പോകും. നിലത്താണെങ്കിൽ 1-2 ദിവസത്തേക്ക് അവർക്കൊന്നും സംഭവിക്കില്ല. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു ഓവറോൾ വ്യൂ. ബഫല്ലോ ഗ്രാസാണ്, അതിനുശേഷം മണ്ണ്. ആ മണ്ണിലാണ് ബാക്കിയുള്ള ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. ചെടിച്ചട്ടികളും ഹാങ്ങിങ് ചെടികളും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒത്തിരി ചെടികൾ വെച്ച് നിറയ്ക്കാതെ ഉള്ളതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ബഫല്ലോ ഗ്രാസ് ചൂസ് ചെയ്യാൻ കാരണം ഇത് കംപ്ലീറ്റ്ലി മെയിൻ്റെനൻസ് ഫ്രീ ആണ്. നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ചെയ്യണ്ട, വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഗാർഡൻ വൃത്തിയാക്കാനുള്ള ആയുധങ്ങളുമൊക്കെ ആയിട്ട് അവർ രാവിലെ തന്നെ എത്തി. ഇവിടെ ജോക്കുട്ടനാണ് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നത്. അവനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടിയില്ല. പുല്ലിനിടയ്ക്കത്തെ കളകൾ ആദ്യം തന്നെ നീക്കം ചെയ്യണം. ഓവറായിട്ട് വളർന്ന ക്രീപ്പേഴ്സൊക്കെ മുറിച്ച് കളഞ്ഞു. ബാക്കിയുള്ളതൊക്കെ കയറിട്ട് പിടിച്ചു കെട്ടി. വെളിയിലത്തെ വെയിലോ കാറ്റോ ഒന്നും കൊള്ളാൻ അവന് കഴിയില്ല. അതുകൊണ്ട് തിണ്ണേ കയറി കിടന്ന് ആൾ കാഴ്ചയെല്ലാം കാണുവാണ്. ഇനി ജോക്കുട്ടിനെ കുറിച്ച് പറയട്ടെ. ഇവനാണ് ഞങ്ങളുടെ കൊറോണ ബേബി. കൊറോണ ടൈമിൽ മക്കൾ വാങ്ങിച്ചതാണ് ഇവനെ. അത് കഴിഞ്ഞ് അവരെല്ലാം അവരുടെ കാര്യങ്ങൾക്കായി കോളേജിലേക്കും ഓഫീസുകളിലേക്കും പോയപ്പോൾ ഇവനും ഞങ്ങളും മാത്രമായി ഇവിടെ. ഇവനാണ് ഞങ്ങളുടെ കുഞ്ഞു വാവ. ഞങ്ങളുടെ വീടിനെ പോസിറ്റീവായിട്ട് നിർത്തുന്ന ഇവൻ ഒറ്റ ഒരാളാണ്. മുറ്റത്ത് നട്ടിരിക്കുന്ന റെഡ് പാമും നിലത്തുള്ള ബാക്കി ചെടികളുമെല്ലാം വല്ലാണ്ടങ്ങ് വളർന്നു. അതെല്ലാം ട്രിം ചെയ്ത് വൃത്തിയാക്കി. നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് ഫുൾ ഫാമിലി ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഗാർഡൻ ശരിയാക്കുമ്പോൾ ഞാൻ ഈ വേസ്റ്റെല്ലാം ഒന്ന് കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയം നമ്മുടെ ബബ്ലു ഭയ്യ പുല്ല് വെട്ടിത്തുടങ്ങി. വളരെ കൃത്യമായിട്ട് നീറ്റായിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലോണിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാം നല്ല നീറ്റാക്കി ക്ലീനാക്കി വെച്ചു. ഇതോടുകൂടി ഗാർഡൻ്റെ പണി തീർന്നു. ഇനിയുള്ളത് കാർഷെഡ് ക്ലീനിങ് ആണ്. ഇത് എൻ്റെ മാത്രം ജോലിയാണ്. അതിനുവേണ്ടി എനിക്കൊരു ഹെവി പ്രഷർ പമ്പുണ്ട്. എൻ്റെ ജോലി ഈസി ആയിട്ട് നടക്കും. ഇതൊരു സൂപ്പർ സാധനം കേട്ടോ. ഏത് കട്ടിയുള്ള അഴുക്കും ഇത് വെച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് മാറും. നല്ല റഫായിട്ടുള്ള കാർഷെഡിലെ ടൈലൊക്കെ നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു. രാത്രി ആകുന്നതിന് മുമ്പ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. എല്ലായിടവും വൃത്തിയാക്കി കാർഷെഡും ഗാർഡനും എല്ലാം നീറ്റായി. അങ്ങനെ എൻ്റെ ഒരവധി ദിവസവും അവസാനിച്ചു.